तेजस्विने नमः। ओम महावर्षप्रदायकाय नमः। ओम भाष्यकाय नमः। ओम भाष्यशास्त्रज्ञाय नमः। ओम वाणीपुत्राय नमः। ओम भवतारणकारणाय नमः। प्रकटहरिप्रत्याय नमः। ओम हंसारूढेन सेविताय नमः। ओम हनुमन्ताय नमः। ओम शिवाय नमः। ओम महादेवाय नमः। ओम वरानाय नमः। ओम वैवस्वतपतये नमः। ओम Carpet
ഇതില് ചേർക്കാത്ത പേര് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പില് ഇതിലേ അതിനുള്ളിൽ പുള്ളിയാണ്ട് എന്താ അതിനുള്ളിൽ എവിടെ അവിടെ തിന്നിട്ടില്ല അവിടെ നേരം പോകും ക്ലാസ് കൊടുക്കണം എന്ത് പരിപാടിയാ? അത്
ഒന്നും മതി. അപ്പോൾ ഒന്ന് നല്ല നീട്ടത്തിലായിക്കോളൂ. ഇവിടെ നിന്നെങ്കിട്ട് ഇവിടേക്ക് ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് വരണ്ടേ? പുണ്യാത്മാക്കളെ, സർവലോക മഹേശ്വരിയായിരിക്കുന്ന സച്ചിദാനന്ദ പരബ്രഹ്മശക്തിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ലളിത മഹാത്രിപുര സുന്ദരിയുടെ ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാകാളി, ശ്രീ മഹാസരസ്വതി എന്നീ സങ്കല്പത്തിൽ ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ശ്രീ മഹാചണ്ഡിക ഹോമം എന്നുള്ള ഹോമത്തെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പം അമ്മയുടേതായിരിക്കുന്ന യാഗങ്ങളും യജ്ഞവിധികളും അനന്തങ്ങളാണ്. അപ്പം അതിലെ ശരീരത്തുകളെ കുറിച്ചിട്ടൊന്നും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതില്ല. പക്ഷെ ഇവിടെ ഇതിലെ സംഘാടകരും ഇതിന് ഒരുപാട് സമർപ്പിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിശബ്ദമായിട്ട് പ്രത്യേകിച്ചും ഇതില് പേര് നക്ഷത്രമൊക്കെ കൊടുത്ത് വെളിപാട് ചെയ്യണം എന്നുള്ള സങ്കല്പത്തിൽ കൂടി വന്നിട്ടുള്ളവര് നേരെ ഇതിന്റെ പിറകിൽ കണ്ണി വിരിച്ചെടുത്ത് ശാന്തമായിട്ട് അവിടെ വന്നിരിക്കണം. കാരണം അവർക്കതിൽ ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കൂടി ചേർന്ന് നടത്തുന്ന പോലെയാണ്. പിന്നിവിടെ അന്തരീക്ഷം ശാന്തമായിരിക്കണം. കാരണം ഈ സമയത്ത് സകല ദേവീ ദേവതാ സ്വരൂപങ്ങളും ഇവിടെ സന്നിധാനമാകും. അപ്പൊ നമ്മുടെ ഏത് ചലനങ്ങളും, കാരണം അമ്മയ്ക്ക് നമ്മുടേതായിരിക്കുന്ന ഒന്നും ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ഒരു വിനയം, സമർപ്പണം, വിശ്വാസം അത് ആവശ്യമാണ്. പറഞ്ഞതാരും കേട്ടില്ല. ഇപ്പോഴും ഇവിടെ വന്നിരിക്കുക, ഒരുപാട് സമർപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഇവിടെ നേരിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നവര് യാതൊരു തരത്തിലും ബഹളം വെക്കുക. കാരണം നിങ്ങളുടെ മനസ്സിൽ ദേവിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം, ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ നിശ്ചയമോ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണമോ മറ്റ് യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും ഇവിടെ ഉണ്ടാകരുത്. കാരണം ഇവിടെ അമ്മയുണ്ട്. അപ്പൊ അമ്മയെ നമ്മളിവിടെ ആവാഹിച്ച് വരുത്തി അമ്മയുടെ സങ്കല്പത്തിലുള്ള ഹോമത്തെ ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഇപ്പൊ അതിനുള്ള വേദിയല്ല. കാരണം ഹോമത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഗുണഗണങ്ങളോടും കൂടി ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കർമ്മയോഗ നിഷ്ഠയുടെ പരിപൂർണമായിരിക്കുന്ന വിവരം വേണമെന്നാണ് ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. കർമ്മയോഗ നിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജപം, എങ്ങനെയാണ് പൂജ, എങ്ങനെയാണ് യാഗം, ഹോമം, ധ്യാനം തുടങ്ങിയിരിക്കുന്ന വിവിധ മാർഗങ്ങൾ നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതിൻ്റെ ശരിയായിരിക്കുന്ന അറിവ് വേണമെന്നാണ്. എന്താണ് ഈ ലോകത്തിൽ, അതുപോലെ തന്നെ പരലോകത്തിലും നമുക്ക് സുഖിക്കാം. അതാണ് വസുകാമോ യചേത, പുത്രകാമോ യചേത എന്നൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് വേണോ, സമ്പത്തില്ലേ എങ്കിൽ എന്നെ യചിക്കൂ, എന്നെ തൃപ്തമാക്കൂ, എന്നെ പൂജിക്കൂ, എന്നെ ഉപാസിക്കൂ എന്നാണ് പറയുന്നത്. അപ്രകാരം തന്നെ പുത്രൻ അല്ലെങ്കിൽ മക്കൾ സന്തതികളിലെയോ എന്നെ യചിക്കൂ, അതിന് വിധിയുണ്ട്. അത് പ്രകാരം എന്നെ ഉപാസിക്കൂ എന്നാണ് അമ്മ പറയുന്നത്. അപ്രകാരം നമുക്കിവിടെ ഏതൊരു തരത്തിലുള്ള പ്രതിബന്ധം അല്ലെങ്കിൽ പ്രതികൂലം അല്ലെങ്കിൽ അസ്വസ്ഥത, പ്രശ്നം ഇതാണോ നമ്മെ അലട്ടുന്നത്, അപ്പൊ അമ്മ പറയുകയാണ് അത് എന്നെ, ഈശ്വരനെ സ്മരിക്കുവാനും ഓർക്കുവാനും അതിനെ ആരാധിക്കുവാനുമുള്ള അവസരം ഒരുക്കുവാനുള്ള ഒരു സന്ദർഭം അമ്മ ഒരുക്കുകയാണ്. കാരണം ഇവിടെ ഉള്ളവർക്ക് ഉള്ളതിന്റെ ദുഃഖമാണ്, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിന്റെ ദുഃഖമാണ്. കാരണം ജ്ഞാനകാണ്ഡത്തിലേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല. ഇപ്പൊ കർമ്മകാണ്ഡമാണ് രംഗം. അതുകൊണ്ട് നമുക്ക് അതിന്റെ സ്വരൂപത്തിൽ പോകാം. ഇവിടെ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അമ്മയെ നമ്മുടേതായിരിക്കുന്ന യാഗകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് വരുത്തി അമ്മയുടെ ശ്രീ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി മാത്രം പ്രസക്തിയും ആഴവും പരപ്പും ഉണ്ടോ അതിനനുസരിച്ച് നമുക്കതിന്റെ ഫലസിദ്ധിയും കിട്ടും. അപ്പൊ നമുക്ക് ഭേദഭാവനകൾ ഒന്നും കൂടാതെ ഒരു കുഞ്ഞിൻ്റെതായിരിക്കുന്ന എല്ലാ ചാപല്യങ്ങളും പുറത്ത് അവനെ അവനാക്കി തീർക്കുവാൻ കനിഞ്ഞരുളുന്ന ഒരു ശക്തി സങ്കല്പം ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ അമ്മ തന്നെയാണ്. അപ്പൊ ആ അമ്മയെ ഏതെങ്കിലും സ്വരൂപത്തിൽ
വിളിച്ച് ആരാധിക്കുന്നവർക്ക് ആനന്ദിക്കാം. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എന്തായാലും നമുക്ക് ആനന്ദം അനുഭവിക്കാം. അതിന് സച്ചിദാനന്ദ പരബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ജഗദംബിക നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന സങ്കല്പത്തോടു കൂടി ഞാൻ ഈ യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീനാരായണ ഇവിടെ ദീപം പ്രകാശിപ്പിക്കുന്നവരെ നമുക്ക് എല്ലാവർക്കും കൂടി നീ യാഗം കഴിയുന്നവരെയും എല്ലാവരുടെയും മനസ്സിൽ എന്തായിരിക്കണം? ഓ പറഞ്ഞോളൂ. ഓ ഐ ഉറക്കെ ചാമുണ്ടായി വിച്ചേ. ഓ ഐ ചാമുണ്ടായി വിച്ചേ. ഓ ഐ ചാമുണ്ടായി വിച്ചേ. എല്ലാവരും ഉറക്കെ പറയണം. നാമം ജപിക്കാൻ യാതൊരു മടിയുടെയും ആവശ്യമില്ല. ഓ ഐ ചാമുണ്ടായി വിച്ചേ. ഇവിടെ യജ്ഞം ഉറക്കെ തുടങ്ങിയത് മനസ്സിലായിരിക്കണം. ഈ ദീപം കത്തിക്കുന്നവരെ നിങ്ങൾക്ക് ഉറക്കെ ജപിക്കാൻ അവസരമുള്ളൂ. അപ്പൊ അതുവരെയെങ്കിലും ഉറക്കെ ജപിക്കുക. ഓ ഐ ചാമുണ്ടായി വിച്ചേ. 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 ആഗമാസം ച ദേവാനാം ഗമനാസം തു രക്ഷസാഃ കുറുവേ ഗന്ധാരവം ദിവ്യം ദേവതാഹ്വാനദാസനം. ഹരിദ്രാജലേന പ്രോക്ഷണം തീർത്ഥേ ശിവശക്തിബീജം ത്രിവിത്വാ. ഓം അപവിത്ര പവിത്രോ വാ സർവവർത്താം ഗതോ ദിവ യസ്മരേ ചണ്ഡികാദേവി സഭാഭ്യന്തരശുചിഃ. ഓം അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോ ദിവ യസ്മരേ ലളിതാം ദേവി സഭാഭ്യന്തരശുചിഃ. ഓം അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോ ദിവ യസ്മരേ ലളിതാം ദേവി സഭാഭ്യന്തരശുചിഃ. ഓം അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോ ദിവ യസ്മരേ ചണ്ഡികാദേവി സഭാഭ്യന്തരശുചിഃ. ശുഭമുഹൂർത്തകരണം. മുമ്പേ ഇവിടെ ഈ മുൻപിലിരിക്കുന്നവരൊക്കെ ഇതിൽ വഴിപാട് സമർപ്പിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ അല്ലേ? അവര് അക്ഷരം കുറേശ്ശെ കയ്യിലെടുത്തിട്ട് നമസ്കരിച്ചുകൊണ്ട് പിടിച്ചിരിക്കുക. മാടണം എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് ആ പാത്രമായിട്ട് തന്നെ വരുമ്പോൾ ആ പാത്രത്തിൽ നിങ്ങൾ അക്ഷരം കൂട്ടി സമർപ്പിച്ചാലും മതി. ശുഭമുഹൂർത്തകരണം. ഓം തദേവ സുമുഹൂർത്തം വൈ സുദിനം ച തദേവ ഹി നക്ഷത്രാദിബലം ജൈവ ബ്രഹ്മപദം സ്മരാമ്യഹം. ആചമനം. ആത്മതത്വം ശോധയാമി സ്വാഹ. ശിവതത്വം ശോധയാമി സ്വാഹ. സാഹോ. ദിവ്യാതത്വം ശോധയാമി സ്വാഹ. ഓം ക്ലീം സാഹോ. സർവതത്വം ശോധയാമി സ്വാഹ. ഇതേ ചതുർവാരമാജമ്യ. ഓം ഐ അസ്ത്രായ ഭട്ട് ഇതി ശ്രീ വിഘ്നേശ്വര പൂജ. ഓം ശുക്ലാംബരധരം വിഘ്നം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. പ്രാണായാമഃ.
सुवः उमः ओं जनः तवः ओं सत्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ओं आहो ज्योतिरसोमृतं ब्रह्मभूर्भुवस्वरो इति प्राणायामं कृत्वा संकल्पः दर्भद्वयं तु संप्राप्य आचार्ये द्वादशाङ्गलमानतः आचार्य दक्षिणे हस्ते अनामिकया सुबन्धयेते अक्षदाचिर्दिहित्वक्तं मुक्तिं कृत्वा तदोमुखं वामहस्तेन संवज्य दक्षिणे जामिनी दिशि करिष्यमाणस्य श्रीमहाचण्डिकाहोमकर्मणः निर्विघ्नेन समाप्त्यर्थम् आदौ महासिद्धगणपतिपूजा करिष्ये इति संकल्प्य दर्भाक्षतान् तरे श्रचेत्। ओम गणानां त्वां गणपतिं हवामः कवि कवीनां उपमश्रवत्तमं जयकराज्यं भ्रमणपदानं शृण्वन्नुदिविसीदसादनम् ओम अगजाननपद्मार्कं गजाननमहर्निशम् अनेकदन्तं भक्तानाम् एकदन्तमुपास्महे। ओम भूर्भुवस्सुरो अस्मिन् हरिद्राबिम्बे महासिद्धगणपतिं ध्यायामि आवाहयामि। ओम महासिद्धगणपतये नमः। समर्पयामि नमः ज्ञानं समर्पयामि नमः ज्ञानानन्दरम् आजमनीयं समर्पयामि नमः वस्त्रार्थं अक्षतां समर्पयामि नमः उपगीतार्थं अक्षतां समर्पयामि नमः गन्धां धारयामि नमः गन्धस्य विद्या कुङ्कुमं समर्पयामि नमः अक्षतां समर्पयामि नमः पुष्पाणि समर्पयामि नमः। समर्पयामि नमः नैवेद्यम्। ओम भूर्भुवस्सुः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् देवस्तविदप्रसुवः सत्यं त्वत्तेन परिषिञ्जामि। ओम अमृतोदकस्य नमस्ते। ओम गणात्मकाय स्वाहा। ओम यानि कानि च पापानि इमानि कृतानि च तानि तानि विनश्यन्ति प्रदक्षिणपते पतिः। ओम नमस्कारः। ओम अभिस्थितार्थसिद्ध्या च पूजितो यः सुरैरपि सर्वविघ्नचिते तस्मै गणाधिपतये नमः। ओम गजानन भूतगणातिसेवितं पतितशम्भुफलकाः
സർവോപചാരപൂജാ സങ്കൽപ്പയാമി നമഃ. നോക്കി ചെയ്തോളൂ എന്തൊക്കെയാണ് അവിടെ കുറവാണെന്ന് വെച്ചാൽ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ അങ്ങനെയല്ല ഒക്കെ കണ്ടറിഞ്ഞിട്ടേ അത്ര പ്രാർത്ഥന. ദേവ സർവകാര്യേഷു സർവദാ സുമുഖൈകരന്ദജ്ജ കലിരോഗജകർണകഃ ലംബോദരശ്ച വിഗതോ വിഘ്നരാജോ ഗണാധിപഃ. ഓം ധൂമ്രകേതുർഗണാധ്യക്ഷ 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 ബാലചന്ദ്രോ ഗജാനനഃ വക്രതുണ്ടോ ശൂർപകർണോ ഹേരംബോ മാനവിചര. ഓം സർവാഗ്രജ ശ്രേഷ്ഠ വിഘ്നേശ തോമുവാസ്യ ച യത്കർമ്മ തത്കർമ്മ സഫലം കുരു. ദേവദേവ ജഗന്നാഥ സർവജ്ഞ പരമേശ്വര കർമാരംഭ പ്രവർത്തോഹം അനുജ്ഞാതാതുമർഹസി. ഗൗരീപുത്രാഗണാധ്യക്ഷ സർവവിഘ്ന നിവാരക അസ്മിൻ കർമ്മണി സർവസ്മൈ നിർവിഘ്നം കുരു സിദ്ധയേ. ദീപപൂജാ ധ്യാനം. ഓം ദേവി ദേവി മഹാദേവി ശുഭം ഭവതു മേ സദാ യാവത് പൂജാ സമാപ്തി സ്യാത് താവത് പ്രജ്വല സുസ്ഥിര. ദേവദേവേ നമസ്തുഭ്യം അന്ധകാര നിവാരിണി ബ്രഹ്മരൂപേ മഹാദേവി മമ തേജ പ്രവർധയ. മൂലം ദിവ്യാത്മാകം ദിവ്യാത്മികായേ ഗന്ധാന്ധരയാമി നമഃ. ഓം ഹം ആകാശാത്മികായേ പുഷ്പൈർവിധിയാമി നമഃ. ഓം യം വായുവാത്മികായേ ധൂപം ആപ്രാപയാമി നമഃ. ഓം രം അഗ്നിയാത്മികായേ ദീപം ദർശയാമി നമഃ. വാഞ്ഛലിഹേ. ഓം സർവപ്രകാശക ദേവസ്വരൂപ ശ്രീരാജരാജേശ്വരി ലളിത മഹാമഹാ കാമേശ്വരി പരാ ഭട്ടാരിക മഹാമഹാ ത്രിപുരസുന്ദരീ ദേവി ശ്രീ മഹാചണ്ഡികായേ നമോ നമഃ. ശ്രീ മഹാപരാശക്തി നമഃ. യജ്ഞസ്യ രക്ഷാൻ പൂർവന്തു വിഘ്നതഃ ഇതി പഠിത്വാ അക്ഷരാः ദശദിക്ഷു പ്രോക്ഷണം. ഓം പൂർവേ രക്ഷതു വാരാः ആഗ്നേയാം ഗരുഡധ്വജ ദക്ഷിണേ പത്മനാഭസ്തു നൈരത്യാം ഗരുഡധ്വജഃ. ദക്ഷിണേ പത്മനാഭസ്തു നൈരത്യാം രക്ഷേൻ വാസുദേവോ ജനാർദ്ദനഃ രക്ഷാഹീനം തു യസ്ഥാനം തത്സർവം രക്ഷതാൻ ഹരി യദത്ര സംസ്ഥിതം ഭൂതം താനമാശ്രിത്യ സർവദാ താനം തെക്വാ തു തത്സർവം യത്ര തു തത്ര ഗച്ഛതു. ഓം അപക്രാമന്തു തേ ഭൂതാ യേ ഭൂതാഃ ഭൂതലേപ്സിതാഃ യേ ഭൂതാ വിഘ്നകർത്താരഃ തേ ഗച്ഛന്തു ശിവാജ്ഞയാ. അപക്രാമന്തു ഭൂതാനി പിശാചാ സർവതോ ദിശം അവിശേ സർവേഷാം അനിരോധേന പൂജാ കർമ്മ സമാരഭേ. ആകുവാൻ വേണ്ടിയിട്ടുള്ള സങ്കല്പത്തെ എല്ലാവരും ചെയ്തേക്കുക. ഞാൻ ഇവിടെ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലി തരും. അതപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് അതുവരെ നിങ്ങൾ നല്ല വളരെ ഉണർവോടുകൂടി നീണ്ടു നിവർന്ന് ഇരുന്നോണ്ട് ഈ സങ്കല്പ സമയം വരെയെങ്കിലും നീണ്ടു നിവർന്നിരിക്കുക. ആ ഉണർവോടുകൂടി നീണ്ടു നിവർന്ന് കണ്ടുകൊണ്ട് സങ്കല്പം ചെയ്തുള്ളൂ. ആജ്ഞയ പ്രവർത്തമാനസ്യ ബ്രഹ്മണഃ യംബൂദീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ കാട്ടകാമ്പൽ പ്രദേശേ പ്രഭവാദി षष्टि संवत्सराणां
मध्ये तेय नाम संवत्सरे दक्षिणायने शरत् ऋतु तुलामासे कृष्णपक्षे शुक्रवासरे पूरम नक्षत्रे शुभयोगे शुभकरणे एवं सकल गुण विशेषेण विशिष्टाय अस्य एकादशी नाम शुभतिथौ एतत् कन्नमुल्ली भगवती क्षेत्रस्य पूजकानां മമായുള്ള സങ്കല്പം ചെയ്താണ് സങ്കല്പം ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം ഓരോരുത്തരും പേരെടുത്ത് പറയുന്നത് എല്ലാവരും ദർശന പ്രാർത്ഥനാദികം കുർവതാം മഹാജനാനാം ച സർവേഷാം ശ്രീരാജരാജേശ്വരി ലളിത महामहाकामेश्वरी पराभट्टारिका सकल पाप निवृत्ति पूर्वक सकल आयुष्यर्थम जन्म लग्नापेक्षया चंद्र लग्नापेक्षया नक्षत्र दशा भुक्त्यपेक्षया कालचक्र अपेक्षया ये ग्रहाः शुभेरस्थानेषु स्थिताः तेषां ग्रहाणां आगामी वर्तमान शुभफल अवाप्त्यर्थं आदित्यादि नवग्रह देवता प्रीत्यर्थं नक्षत्र देवता प्रीत्यर्थं अधिदेवता प्रत्याधिदेवता प्रीत्यर्थं समस्त आपा आदि व्याधि दोष परमंद्र यंद्र कर्मकृत पीडादि अशुभानां निवारणार्थं सकल शुभफल प्राप्त्यर्थं क्षेम स्थैर्य विजय वीर्य आयुरारोग्य ऐश्वर्य विद्या यशसादीनां वृद्ध्यर्थं ब्रह्मचर्य स्थैर्य सिद्ध्यर्थं इष्टकाम्यात् सिद्ध्यर्थं श्रीवरदे देवदानव संवादे मध्यमाने महोदरु कुर्मन्नासि सदा कुम्भ इत्येतो विष्णुना स्वयं तत्त्वे ये सर्वदेवतानि देवा सर्वे त्वयि स्थिताः त्वयि तिष्ठन्ति आदित्या वसवो रुद्र विश्वे देवा सपैत्रिकाः त्वयि तिष्ठन्ति सर्वे सानिध्यं गुरु मे देवा प्रसन्नो भव सर्वदा वर्णध्यानावाहनादि नमो नमस्ते स्फटिकप्रभाय श्वेतहाराय सुमङ्गलाय सुभाषहस्ताय सुशासनाय जलाभिनाराय नमो नमस्ते पुष्पाक्षदैः इह तिष्ठ स्थापयामि
पूजयामि नमः उषा ऊर्जेन स्पृष्ट्वा कलशस्य मुखे विष्णु कंठे रुद्रसमाश्रितः मूले तत्र स्थितो ब्रह्मा मध्ये मातृगणाः मुख्यतो सागर सर्वे सप्तदीपा वसुन्धर प्रकृतिरापो अमृतमापक सम्राडको इरादापक स्वराडावर्चन्दाकं श्यावो ज्योतिकं श्यावो तेजोकं श्यावक सत्यमापक सर्वदेवतापो भूर्भुवस्वरापो गंगे च यमुने चैव गोदावरी सरस्वती नर्मदे सिन्धु कावेरी जलेऽस्मिन् सन्निधिं कुरु तत्त्वे सर्वतीर्थानि देवा त्वयि सर्वर्षिताः त्वयि तिष्ठन्ति भूतानि त्वयि प्राणा प्रतिष्ठिताः शिव स्वयं त्वमेवासि विष्णुस्त्वं च प्रजापति आदित्या रुद्र विश्वे देवा सपत्निकाः त्वयि तिष्ठन्ति सर्वेऽपि यत्कामफलप्रदाः त्वत्प्रसादादिमत्यज्ञं कर्तुमिति निरोद्भवा सान्निध्यं कुरु मे देव प्रसन्नो भव सर्वदा वरुणध्यान आवाहनार्थी अस्मिन् कुम्भे वरुणं साङ्गं सपरिवारं सायुधं सशक्तिकम् आवाहयामि ओं भूर्भुवः स्वः भो वरुणा इह गच्छ इह तिष्ठ स्थापयामि पूजयामि नमः कुशकूर्चेन स्पृष्ट्वा ॐ कलशस्य मुखे विष्णु कंठे रुद्रसमाश्रितः गंगे च यमुना चैव गोदावरी सरस्वती नर्मदे सिन्धु कावेरी जलेऽस्मिन् सन्निधिं कुरु सर्वे समुद्रा सरिततीर्थानि चष्मदा कृताः आयान्तु ब्रह्मपूजार्थं दुरितक्षयकारकाः ॐ कलशाधिष्ठातु वरुणादि देवता प्रतिष्ठिताः भवन्तु ॐ कलशाधिष्ठातु देवताभ्यो नमः इति सम्पूज्य धेनुमुद्रया ॐ क्लीं काममुखे अमोघे वरदे विच्चे स्फुर स्फुर श्रीं परश्रीं इति अमृतीकृत्य प्राणप्रतिष्ठा महामन्त्रस्य ब्रह्मा विष्णु महेश्वराभिषेकं गुरुगिरि समात्रवान् चन्दांसि सकल जगत् सृष्टि स्थिति संहारकारिणी प्राणशक्ति परादेवता आं वीर्यं प्रेम शक्तिः प्रों कीलकं प्राणप्रतिष्ठापने विनियोगः आम् अंगुष्ठाभ्यां नमः ह्रीं कर्णिकेभ्यां नमः प्रों मध्यमाभ्यां नमः आमनाभ्यां नमः ह्रीं कनिष्ठिकाभ्यां नमः प्रों करदलकर पृष्ठाभ्यां नमः आं हृदयदेवी नमः ह्रीं शिरोदेवी स्वाहा प्रों शिखादेवी वषट् आं कवचदेवी भूं ह्रीं नेत्रदेवी भूषट् प्रों हस्तदेवी भट् ओं भूर्भुवस्सुवः दिग्बन्धः ओं रक्ताम्बोदिष्टपुरोल्लसतरुणसरोजादिरूढाकराग्रेः पाशं गोदण्डमिक्षुर्भमणिगुणमपाङ्कुशं पञ्चबाणा निर्घाणाश्रिक्तबालं तृणेन रसिता पीनवक्षोरुहार्या देवी कुम्भारात्मवर्णा भवतु सुखकरी प्राणशक्ति परं नख पुष्पाक्षरान् गृहीत्वा नमस्कारमुद्रया ॐ ह्रीं क्रों ह्रीं आङ्ग्यं गं लम्बं शं शं संखं हंस सोहं सोहं हंस कुम्भकलशस्य प्राणादयः इह प्राणादयः आ ह्रीं क्रों अस्मिन् कुम्भे प्राणां तिष्ठन्तु अस्मिन् कलशे जीवि तिष्ठतु अस्मिन् कलिगे सर्वेन्द्रियाणि मन त्वक् चक्षु श्रोत्र जिह्वा घ्राण वाक् पाणिपादपायुस्तवाक्यानि प्राणापानव्यानोतान् समाच अत्र आगत्य सुखं चिरं तिष्ठन्तु स्वाहा इति पुष्पाक्षतान् गडे विसृजेत् कुशपूर्चेन स्पृष्ट्वा ॐ असुनीते पुनरस्मासु चक्षुः पुनः प्राणमिदनो देहि भोगं यः पश्येम
सूर्यमुच्चरन्तमन्मदेयं स्वस्ति इति प्राणान् प्रतिष्ठापयामि। ओम आवाहिता भव संस्थापिता भव संगीता भव संगीता भव अवकुंठिता भव सुप्रेमिता भव सुप्रसन्ना भव सुमुखी भव वरदा भव प्रसीद प्रार्थना। देवी सर्वजगन्माता प्राणानां प्राणरूपिणी अस्मासु प्रीतिभावेन कुम्भेऽस्मि सन्निधिं कुरु। अस्मासु तक्षणे नैवेद्यं कर्पूरनीराजनं च कुर्यात्। नैवेद्यं हस्ते स्वस्ति वाचनं हस्ते अक्षरपुष्पाणि गृहीत्वा शान्तिमन्त्रान् पठेत्। ओम स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति रुद्रादेवता आदित्यादेवता बृहस्पतिर्देवता इन्द्रो देवता वरुणो देवता। ओम प्रशदश्वमरुदः वृष्णिमादरः शुभं यावानं विदतेषु जग्मयः अग्निजिह्वामनव सूर्यचक्षुषो विश्वो नो देव अवताखान्ननिः भद्रं कर्णेति शृणुयाम देवाः भद्रं पश्येमाक्षविचक्राः शरीरं विष्णुत्वा संसप्तनूभिः विधेम इदेवगिदं यदायुः शतमिन्नु शत्रु अन्त्यदेवा यत्र न चक्रा जलसन्दसूना पुत्रमिनित्यो अतिथिरन्तरिक्षम् अतिथिर्माता सविता सा पुत्र विश्वे देवा अतिथिः पञ्चजना अतिथिं शान्तिः अन्तरिक्षं शान्ति पृथिवी शान्ति आप शान्ति औषधय शान्ति वनस्पतय शान्ति विश्वे देवा शान्ति ब्रह्मा शान्ति सर्वं शान्ति शान्तिरेव शान्ति सा मा शान्तिरेति सुशान्तिर्भवतु इति स्वस्ति वाचनं पुण्यः वाचनं। कुम्भोदके पात्रान्तरे किञ्चिदादाय प्रतिवाक्यम् अन्यपात्रे पादयेत्। ओम शिवः आवसन्तु सौमनक्यम् अस्तु सन्तु अक्षताः पान्तु माङ्गल्यमस्तु पुष्पाणि पान्तु। ओमस्तु ताम्बूलानि पान्तु ऐश्वर्यमस्तु दक्षिणा पान्तु शान्ति अस्तु पुष्टि अस्तु तुष्टि अस्तु वृद्धि अस्तु रिद्धि अस्तु आदिघ्नम् अस्तु आयुष्यमस्तु दीर्घायुवस्तु आरोग्यमस्तु यश अस्तु विद्यास्तु विनयमस्तु बहुधनमस्तु अजरवैद्यम् ऐश्वर्यम् अस्तु धनदाय समृद्धिम् अस्तु अरिष्टनिरसनम् अस्तु। यत् पापं तत् प्रतिगतम् अस्तु। यदा कल्याणं तत् सर्वं दूरे प्रतिगतम् अस्तु। यत् श्रेयस्तत् अस्तु एतत् सर्वम् उत्तरोत्तरम् अग्रे अभिवृद्धि अस्तु। उत्तरोत्तराः क्रियाः शुभाः शोभनाः सम्पद्यन्ताम् तिथि करण मुहूर्त नक्षत्र ग्रह लग्न अधिदेवताः प्रीयन्ताम्। इंद्रपुरोगाः मरुद्गणाः प्रीयन्ता माहेश्वरी पुरोगाः मादर प्रीयन्ता वशिष्ठपुरोगाः ऋषिगणाः प्रीयन्ता अरुन्धती पुरोगाः एकपत्न्या प्रीयन्ता ब्रह्मपुरोगाः सर्वे वेदा प्रीयन्ता विष्णुपुरोगाः सर्वे देवा प्रीयन्ता हृदयचन्दांसि आचार्याः वेदाः देवाः यज्ञा च प्रीयन्ता श्री ललिता परमेश्वरी पुरोगाः योगिनीगणाः प्रीयन्ताः अंबिका सरस्वती प्रीयेताम् श्रद्धादेवी प्रीयेताम् दुर्गा पाञ्चाल्यो प्रीयेताम् भगवती कात्यायनी प्रीयताम् भगवती माहेश्वरी प्रीयताम् भगवती ऋद्धिगरी
പ്രിയത ഭഗവതി സിദ്ധികരി പ്രിയത ഭഗവതി സിദ്ധികരി പ്രിയത ഭഗവതി പുഷ്ടികരി പ്രിയത ഭഗവതി തുഷ്ടികരി പ്രിയത ഭഗവന്തോ വിഘ്ന വിനായകോ പ്രിയത സർവ കുലദേവതാഃ പ്രിയന്ത സർവാഃ ഗ്രാമദേവതാഃ പ്രിയന്ത സർവാഃ ഇഷ്ടദേവതാഃ പ്രിയന്ത ഭോ ബ്രഹ്മജ്ഞാഃ പുണ്യാഹം ഭവന്തു ബ്രുവന്തു ഓ പുണ്യാഹം 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 ഭോ ബ്രഹ്മജ്ഞാഃ കല്യാണം ഭവന്തു ഭവത്യം ബ്രുവന്തു ഓ കല്യാണം കല്യാണം ഭോ ബ്രഹ്മജ്ഞാഃ ശ്രീരസ്തുതി ഭവന്തു ഭവത്യുച്ഛ മഹേശ്വരീ വാണിഭ്യോ നമഃ ഇതി പ്രോക്ഷിതേ. ഇവിടെ കൂടി വേഗം ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് കാമേശ്വരീ വാണിഭ്യോ നമഃ ഇതി മന്ത്രേണ പ്രോക്ഷ്യതോ കാമേശ്വരീ വാണിഭ്യോ നമഃ ഓം 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 ശ്രീ മഹാചണ്ഡികാവാഹനം നമ്മുടെ അമ്മയെ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. എല്ലാവരും സങ്കല്പത്തോടുകൂടി എഴുന്നേക്കാം. നമുക്ക് അമ്മയെ നമ്മുടേതായിരിക്കുന്ന യജ്ഞസ്ഥാനത്തിലേക്ക് ആവാഹനം ചെയ്യാം. മനസ്സിൽ അമ്മയുടെ നാമം आगच्छ चंडिका देवी सपरिवारेषु वरुणपक्षेषु आवाहिता भव संस्थापिता भव सन्निहिता भव सन्निरुद्धा भव अवकुण्ठिता भव सुप्रेमिका भव सुप्रसन्ना भव सुमुखी भव वरदा भव। ओम श्री महाचंडिकायै सपरिवाराय आसनं कल्पयामि नमः वाद्यं कल्पयामि नमः अर्घ्यं कल्पयामि नमः आचमनीयं कल्पयामि नमः मधुपर्कं कल्पयामि नमः ज्ञानं कल्पयामि नमः ज्ञानानन्दलमाचमनीयं कल्पयामि नमः पत्रोपवस्त्ररञ्जुकान् कल्पयामि नमः आभरणं कल्पयामि नमः गन्धान् धारयामि नमः गन्धस्योपरि हृद्या कुङ्कुमं समर्पयामि नमः अक्षतान् समर्पयामि नमः पुष्पाणि समर्पयामि नमः। ओम सदी ओम सदी स्वाति भवप्रीदा भवानी भवानी भवमोहिनी आर्या दुर्गा जया चार्या त्रिनेत्रा शूलधारिणी विनाशधारिणी चित्रा चंद्रगंडा मगासपाहा मनोबुद्धिरहंकारा चित्तरूपाचिदाचिदे सर्वांतरमयी सत्ता सत्यानंद स्वरूपिणी आनंदा भवानी भाव्या भव्या भाव्या सदा विदे शांभवी देवमाता च चिन्तारत्नप्रिया सदा सर्वविद्या दक्षकन्या दक्षयज्ञविनाशिनी अवर्णानेकवर्णा च पाडला पाडलापति पटामरपरीतान कलमञ्जीररञ्जनी अमेय विक्रमाक्रूर सुन्दरी सुरसुन्दरी वनदुर्गा च मातङ्गी मदङ्गमुनिपूजिता यामी माहेश्वरी चन्द्री कौमारी वैष्णवी तथा चामुण्डा जैव वाराहि लक्ष्मी च पुरुषाकृति विमलोत्कर्षिणी ज्ञान
प्रिया नित्या च बुद्धिदा बहुला बहुल प्रेम सर्ववाहन वाहना निशुम्भ शुम्भ घननी महिषासुरमर्दिनी मधुकैटभहन्त्री च चण्डमुण्ड विनाशिनी सर्वासुर विनाशा च सर्वधानुवघाटिनी सर्वशास्त्रमयी सत्या सर्वत्र धारिणी तथा अनेक शस्त्रहस्ता च अनेकास्त्र धारिणी कुमारी चैककन्या च कैशोरी युवती यति अप्रौढा चैव प्रौढा च वृद्धमादा बलप्रदा महोदरी मुक्तगेही घोररूपा महाबला अग्निज्वालारौद्रमुखी कालरात्रि तपस्विनी नारायणी भद्रकाली विष्णुमाया जलोदरी शिवदूती कराळी च अनन्तापरमेश्वरी कात्यायनी च सावित्री प्रत्यक्षा ब्रह्मवादी यदिदं प्रभटे नित्यं दुर्गा नाम शताक्षर नासाद्यं विद्यते देवी त्रिशिरोगेषु पार्वती धनं धान्यं सुतं जायम् अयम् अस्तिनमेव च चतुर्वर्गम् आप्रापयामि समर्पयामि देवानन्दरम् आजमनीयं समर्पयामि दीपः वन्येना योजितं मया दीपं जहानवेरेशे त्रैलोक्यमिदावके ओं अज्ञातृकाये श्रीमहाशान्तिकाये दीपं दर्शयामि नमः दीपं समर्पयामि नमः आजमनीयं समर्पयामि नमः नैवेद्यम् जीवनीराजनानन्दरम् आगमनीयं समर्पयामि नमः यागकुण्डे अग्न्याधारम् देवे नारायण